ഇപ്പോൾ നമ്മളോടൊപ്പം AK അഷ്റഫ് MLA ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. MLA, ഏറ്റവും പുതിയ വിവരം താങ്കൾക്ക് ലഭിക്കുന്ന എന്താണ്? ഈ 5 തവണ മാൽപ്പേ സംഘം അവർ ഡൈവ് ചെയ്തു എന്നറിയുന്നു. ഇനിയും ഡൈവ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പലപ്പോഴും ഈ കയറൊക്കെ പൊട്ടിപ്പോകുന്ന ഒരു പ്രതികൂലാവസ്ഥയൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ. അതെ, ഇപ്പോഴും നമ്മളിങ്ങനെ നെഞ്ചിരിപ്പോട് കൂടി ഈ സ്പോട്ടിൽ ഇങ്ങനെ അവർ മുങ്ങുന്നതും കാത്തു നിൽക്കുകയാണ്. ഓരോ മുങ്ങലിലും പിന്നെ ആദ്യം ഞാൻ നേരത്തെ നിങ്ങളുടെ പറഞ്ഞ കാര്യമാണ്. ഒന്ന് കയറ് പൊട്ടി, മൂന്നാമത് റിസൾട്ട് ഇല്ല, നാലാമത് മുങ്ങി, അഞ്ചാമത് ആ നമ്മുടെ പിന്നെ തട്ടുക്കടയുടെ മുകളിലുണ്ടായിരുന്ന ആൽമരത്തിന്റെ കുറച്ച് കഷ്ണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. അതല്ലാതെ ഈ 5 മുങ്ങലുകളിലും ഈശ്വർ മൽപ്പയ്ക്ക് നമ്മുടെ അവര് ലൊക്കേറ്റ് ചെയ്ത് കൊടുത്ത സ്ഥലത്തില് ഈ ട്രക്കുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിലവിലുള്ള ഇവിടുത്തെ സ്റ്റാറ്റസ്. അതെ, ഇപ്പോൾ 5 തവണയായല്ലോ, ഇനിയും ഡൈവ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ടോ? തീർച്ചയായും ഇനിയും അവര് ഡൈവ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു സംഘമാണ് 8 പേര്. ഈശ്വർ മൽപ്പേ പിന്നെ വിശ്രമത്തിന് പോകുന്നെങ്കിൽ മറ്റുള്ള ആളുകൾ റെഡിയായി നിൽക്കുകയാണ്. പക്ഷേ 5 പ്രാവശ്യം മുങ്ങിയിട്ടും റിസൾട്ട് ഇല്ല. വീണ്ടും അവരതിന്റെ തൊട്ടടുത്ത സ്ഥലങ്ങൾ ലൊക്കേറ്റ് ചെയ്ത് കൊടുത്ത സ്ഥലങ്ങൾ പിന്നെ കോണ്ടാക്ട് പോയിന്റ് 4 തന്നെയാണ്. അവിടെ വീണ്ടും മുങ്ങാൻ വേണ്ടി അവരിങ്ങനെ ചെറിയ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പൊ തന്നെ വീണ്ടും മുങ്ങുന്നതാണ്. അതെ, NDRFന്റെ ഒരു ബോട്ട് കൂടി അങ്ങോട്ടേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട് എന്നിപ്പോൾ ഞങ്ങളുടെ രാഹുൽ റിപ്പോർട്ടർ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തിനായിരിക്കും? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണോ, അത് ആ സംഘത്തിനൊപ്പം ജോയിൻ ചെയ്യുക അതിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കുമോ? സംഘത്തിനൊപ്പം ജോയിൻ ചെയ്യാനും പിന്നെ എന്തെങ്കിലും അവർക്ക് അത്യാവശ്യ സാധനങ്ങൾ വേണമെങ്കിൽ അത് കരയിൽ നിന്ന് കൊണ്ടുപോയി കൊടുക്കണം. ഒരു 500 മീറ്റർ കയറ് വേണമെന്നൊക്കെ അവർ ആവശ്യപ്പെട്ടൊന്ന് പോയി കൊടുത്തതാണ്. ഏതായാലും ഇനിയും 1 മണിക്കൂർ വരെ അവർ ആവർത്തിച്ച് ആ പറഞ്ഞ സ്പോട്ടിൽ മുങ്ങാനാണ് അവര് നിൽക്കുന്നത്. ഒരു അല്പസമയം കൂടി നമുക്ക് ഒന്ന് കാക്കാം. അതെ, ഓക്കെ, ശരി, വളരെ നന്ദി MLA സംസാരിച്ചത്.